ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഐഫോൺ 10s വിശേഷങ്ങളാണ്. സോ നിങ്ങൾ 2024 ഒരു ഐഫോൺ 10s ആണ് ഓപ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കുറച്ച് നല്ല ഫീച്ചേഴ്സും അതേപോലെ തന്നെ കുറച്ച് നെഗറ്റീവ്സും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡിവൈസ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മസ്റ്റായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഒബ്വിയസ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഐഫോൺ 16 ലൈനപ്പ് ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഓൾഡർ മോഡൽസിന് തീർച്ചയായിട്ടും വില കുറയാനും ചാൻസ് ഉണ്ട്, വില കുറയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 10s ആണ് നോക്കിയിട്ടുണ്ടെന്ന് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് മുമ്പത്തെ മാർക്കറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് ചെറിയൊരു എമൗണ്ടിൻ്റെ ഡിഫറൻസ് വരും, ഈവൻ യൂസ്ഡ് ഫോൺ ആണെങ്കിൽ പോലും. സോ നിങ്ങൾക്ക് ഇനി ഒരു ഡിവൈസ് കിട്ടാൻ പോകുന്നത് യൂസ്ഡ് ഡിവൈസ് തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് 10s ഡീറ്റെയിൽസിട്ട് പോകാം. ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ 10s കുറിച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡിവൈസിനെ 5 കാറ്റഗറൈസ് ചെയ്യാം. നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നമ്മൾ ഡിവൈസിൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. പിന്നെ ഡിസ്പ്ലേ, ക്യാമറ, ബാറ്ററി ലൈഫ്, പെർഫോമൻസ് ആൻഡ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, ചിപ്സെറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനെ കുറിച്ചുള്ളത്. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഡിവൈസിൻ്റെ ഡിസൈൻ നോക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഐഫോൺ 10 ആപ്പിളിൻ്റെ 10th ആനിവേഴ്സറിക്ക് സ്പെഷ്യലായിട്ട് ഇറക്കിയ ഒരു ഡിവൈസാണ്. ആദ്യം തന്നെ ഐഫോൺ 10 ആദ്യമായിട്ട് ഫേസ് ഐ ഡി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിവിടെ പറയാൻ കാരണം അതേ സെയിം ഡിസൈനിൽ തന്നെയാണ് ഐഫോൺ 10s വരുന്നത്. ഒരു മാറ്റമില്ല, ജസ്റ്റ് കളറിലൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്ക് ഐഫോൺ 10sലാകുമ്പോൾ അഡീഷണലി ഒരു ഗോൾഡൻ കളറും കൂടെ ഉണ്ടാവും. അപ്പോൾ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും പറയാമെന്നുണ്ടെങ്കിൽ ബിൽഡ് ക്വാളിറ്റി ഇപ്പോഴും നിങ്ങൾക്ക് ഏകദേശം ഒരു ഡിവൈസ് ലഭിക്കാമെന്നുണ്ടെങ്കിൽ യൂസർ ഫോണിലുള്ള തീർച്ചയായിട്ടും ലഭിക്കുക. അത് ലഭിക്കാമെന്നുണ്ടെങ്കിൽ തന്നെ ഏകദേശം ഒരു 15 to 18K ഈ ഒരു റേഞ്ചിലാവും ലഭിക്കുക. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോഴും ഈ ഒരു ഡിവൈസിൻ്റെ ബിൽഡ് ക്വാളിറ്റി നിങ്ങൾക്ക് ഓക്കെയാണ്. കാരണം ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ബിൽഡ് ക്വാളിറ്റി ഇപ്പോഴും ഈ ഒരു ഡിവൈസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഫ്രണ്ടും ബാക്കും ഗ്ലാസ് തന്നെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലൊരു വീഴ്ച വീണാൽ തന്നെയുള്ള ഒരു ഗ്ലാസ് പൊട്ടാൻ ചാൻസ് ഉള്ളൂ. നമ്മൾ അധികവും കേസ് ഇട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നം വരില്ല. സൈഡിൽ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രെയിം തന്നെയാണ്. അത്യാവശ്യം ഇപ്പോഴും നമുക്ക് കൈ പിടിക്കുമ്പോൾ തന്നെ ആ ഒരു ഫീൽ ലഭിക്കും. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഇപ്പോഴും ഈ ഒരു ഡിവൈസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഈ നമ്മൾ രണ്ടാമതായിട്ട് ഡിവൈസിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5.8 ഇഞ്ചിൻ്റെ ഒരു OLED ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. 5.8 ഇഞ്ച് എന്ന് പറയുമ്പോൾ നല്ല രീതിയിലുള്ള കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ഡിവൈസാണ്. നമുക്ക് അത്യാവശ്യം വൺ ഹാൻഡ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. നല്ലൊരു കംഫർട്ട് ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്ന സമയത്ത് ലഭിക്കും. ആപ്പിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അപ്പോൾ ഉള്ള അതേ ആ ഒരു ക്വാളിറ്റി തന്നെ നമുക്ക് ഇപ്പോഴും ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കുമ്പോൾ കിട്ടും. ഏകദേശം 6 വർഷത്തോളം ഓൾഡായിട്ടുള്ളൊരു ഡിവൈസാണ്. പക്ഷേ ഇപ്പോഴും നമുക്ക് ആ ഒരു യൂസ് ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും നമുക്ക് ഇപ്പോഴും അനുഭവപ്പെടില്ല. നിങ്ങൾക്ക് അത്യാവശ്യം കണ്ടന്റ് എൻജോയ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും മൈൽഡായിട്ടുള്ള ഗെയിംസൊക്കെ കളിക്കാനാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഡിവൈസ് ഇപ്പോഴും ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഓക്കെയാണ്. കാരണം ഒരു 18K പ്രൈസുള്ള ആൻഡ്രോയിഡ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിനേക്കാൾ എത്രയോ ബെറ്ററാണ് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ. പേഴ്സണലി ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫോൺ ഒറിജിനൽ ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഇതിൻ്റെ ഡിസ്പ്ലേ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രൈസ് വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓക്കെ തന്നെയാണ്. പിന്നെ നമുക്ക് ഡിസ്പ്ലേ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് 625 ആണ് പീക്ക് ബ്രൈറ്റ്നസ് ലെവലായിട്ട് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ കുറിച്ച് ഇത്രയുള്ളൂ പറയാനുള്ളത്. പിന്നെ നമ്മൾ ക്യാമറയെ കുറിച്ച് നോക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഐഫോൺ 10s ഡെഡിക്കേറ്റഡ് ആയിട്ട് 2 ലെൻസ് ഉണ്ട്. 10R വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ടെലിഫോട്ടോയ്ക്കും വൈഡ് ആംഗിളിനും 2 ലെൻസാണ് കൊടുത്തിട്ടുള്ളത്. ഈ 2 ലെൻസിൽ തന്നെ നമുക്ക് സൺലൈറ്റ് ഉള്ള സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസും ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനത് എടുത്ത് പറയാനുള്ള കാരണം ഐഫോണിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഡിവൈസുകളിലും നല്ല രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസും ഇപ്പോഴും ക്യാപ്ചർ ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ ഈ കൊടുക്കുന്ന ഒരു എമൗണ്ട് ഏകദേശം ഒരു 15 to 18Kക്കുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന നല്ലൊരു ക്യാമറ ഈ ഒരു ഡിവൈസിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇപ്പോഴും ഇതിൻ്റെ ഒരു ക്യാമറ 4K 24, 30, 60 FPS 1080p 30, 60, 128, 240 FPS നല്ല അടിപൊളിയായിട്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസിൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ഒരു ക്യാമറ നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോഴും ബെറ്റർ തന്നെയാണ്. പക്ഷേ നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, എന്തായാലും നമ്മൾ പറയുന്നതാണ്. അപ്പോൾ നമ്മൾ അടുത്ത് ബാറ്ററി ലൈഫിനെ കുറിച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഐഫോൺ 10s കോമ്പാക്റ്റ് ഡിവൈസാണ്. അതേപോലെ തന്നെ കോമ്പാക്റ്റ് ആയിട്ടാണ് അതിൻ്റെ ബാറ്ററി വരിക, അതായത് ചെറിയ സൈസാണ്. നിങ്ങൾ എടുക്കുന്ന ഡിവൈസ് ഒരു എന്തായാലും ബാറ്ററി മാറ്റിയതോ അതല്ലാന്നുണ്ടെങ്കിൽ 85 ബിലോ ഉള്ള ഡിവൈസോ ആയിരിക്കും. ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുക ബാറ്ററി മാറ്റിയ ഡിവൈസ് എടുക്കാനാണ്.
കാരണം നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു 100% ബാറ്ററി ഹെൽത്തിൽ ഈ ഒരു ഡിവൈസ് ഒരു 3 to 4 hours ഇതിനുള്ളിൽ തന്നെയുള്ള നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് ലഭിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററി നിങ്ങൾക്കൊരു നെഗറ്റീവാണ്. നിങ്ങൾ അത്യാവശ്യം ഒരു നോർമൽ യൂസ് ആകുന്നുണ്ടെങ്കിൽ, അതായത് സോഷ്യൽ മീഡിയ വെബ്സൈറ്റ് ഒന്ന് ബ്രൗസ് ചെയ്യുക, യൂട്യൂബ് അങ്ങനെയുള്ളൊക്കെ ചെറിയ യൂസ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ദിവസം ഞാൻ ഈ പറഞ്ഞ ബാറ്ററി ഹെൽത്ത് ഈ ഒരു ഡിവൈസ് ലഭിക്കും. പക്ഷേ നിങ്ങൾ കൂടുതലായിട്ട് ഗെയിം കളിക്കാൻ അങ്ങനെ ഹെവി ടാസ്കൊക്കെ ചെയ്യാനെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഡിവൈസ് 2-3 പ്രാവശ്യം ചാർജിൽ ഇടേണ്ടി വരും. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് 2658 mAh ആണ്, അതായത് 2658 mAh ആണ്. നിങ്ങൾ ബാറ്ററി ഹെൽത്ത് കുറയുന്തോറും അതിൻ്റെ ആ ഒരു ബാറ്ററി കപ്പാസിറ്റി കുറഞ്ഞു വരും. അപ്പോൾ നിങ്ങൾക്ക് അത്രയും ബാറ്ററി ലൈഫ്, ബാറ്ററി ബാക്കപ്പ് കിട്ടാത്തൊരവസ്ഥ വരും. നിങ്ങൾ എടുക്കുന്ന ഡിവൈസ് തീർച്ചയായിട്ടും 100% ബാറ്ററി ഹെൽത്തുള്ള ഡിവൈസ് എടുക്കാൻ നോക്കുക. ബാറ്ററി ഞാൻ ഈ പറഞ്ഞ നെഗറ്റീവുകളിൽ ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം കോംപ്രമൈസ് ചെയ്തിട്ട് വേണം ഈ ഒരു ഡിവൈസ് നോക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനലി ചിപ്സെറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം iOS 18 iPhone XS സപ്പോർട്ട് ആവാൻ യാതൊരുവിധ ചാൻസും ഇല്ല. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം നോർമലായിട്ട് നല്ല രീതിയിലുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലത്തെ യൂസേജിനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇപ്പോഴും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ചിപ്സെറ്റ് തന്നെയാണ് ഇപ്പോഴും iPhone XS ഉള്ളത്. iPhone XS ഉള്ള ചിപ്സെറ്റ് ഒരു 12 nm ആപ്പിളിൻ്റെ A12 ചിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു നോർമലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് തന്നെ നടക്കും. നിങ്ങൾ ഹെവി ടാസ്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഫ്രെയിം ടോപ്സും ലാഗും കാര്യങ്ങളൊക്കെ വരാനും ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ കൊടുക്കുന്ന ഒരു എമൗണ്ടിന് ഇപ്പോഴും ഈ ഒരു ഡിവൈസിൻ്റെ ചിപ്സെറ്റ് ഓക്കെയാണ് എന്നുള്ളത് ഞാൻ പറയാം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഡിവൈസിൽ ലഭിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് വേണം ഈ ഒരു ഡിവൈസ് എടുക്കാനായിട്ട്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് കരുതി ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് വളരെ പെർഫെക്റ്റ് ആയിട്ട് വളരെ അടിപൊളിയായിട്ട് തന്നെ യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് കിട്ടില്ല എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. കാരണം പല ആളുകൾക്കും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നിൽക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു എന്തൊക്കെ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പോഴും iPhone 13 14 ചില ആളുകൾ ഇപ്പോഴും 15 റൺ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും ഫോണിൻ്റെ യൂസേജിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾക്ക് അഡീഷണലി കിട്ടുന്ന ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ലഭിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കാലക്രമേണ ചില ആപ്സ് കാര്യങ്ങളൊക്കെ ആ ഒരു ഡിവൈസിൽ നിന്ന് റിമൂവ് ആയി പോകും. ഇപ്പോൾ iPhone 10 ഗൂഗിൾ പേ സ്റ്റോപ്പ് ആയതുപോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ട് വേണം ഈ ഒരു ഡിവൈസ് എടുക്കാനായിട്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ നെഗറ്റീവ് സൈഡാണ് ഒന്ന് ഇതിൻ്റെ ബാറ്ററി ലൈഫ്, അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് ഡിവൈസ് എടുക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. അത്യാവശ്യം ഈ ഒരു കൊടുക്കുന്ന ഒരു എമൗണ്ടിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ പറ്റും. സിം ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റിയ ആദ്യത്തെ ഡിവൈസ് കൂടെയാണ് iPhone XS. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെയുള്ള കുറച്ച് നല്ല ഫീച്ചേഴ്സ് ഈ ഒരു ഡിവൈസിലുണ്ട്. പ്ലസ് 4GB RAM വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസും കാര്യങ്ങളും ഈ ഒരു ഡിവൈസിൽ ഇപ്പോഴും ലഭിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പരിമിതമായ രീതിയിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഇതുപോലത്തുള്ള എല്ലാ വീഡിയോസിലായിട്ട് വീണ്ടും കാണാം.